ഇങ്ങനെ സീസണായിട്ട് ഓരോ പ്രത്യേകമായ റമദാൻ വരുമ്പോൾ അതിൻ്റെ മുന്നോടിയായി റമദാന്റെ മുന്നൊരുക്കം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. ഒരു ഏകദേശം അവസാനത്തെ 10 കടന്നാൽ ബിസിനസ്സുകാരെയും കച്ചവടക്കാരെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് സക്കാത്തിന്റെ പ്രായോഗിക രീതി എന്ന് പറയുന്ന ഒരു ക്ലാസ്. അങ്ങനെ ഓരോന്നും സീസണബിൾ ആയിട്ടുള്ള പരിപാടികളാണ് നടക്കുക. വെച്ചാൽ അത് നടക്കണം. 1 ചെല്ലി തോരക്കണം, 2 നൊട്ടിയുണക്കാൻ എന്തേലും കൊടുക്കണം. അങ്ങനെ ജീവൻ നിലനിൽക്കുന്ന ഒരു ഖുർആൻ ക്ലാസ് എല്ലായിടത്തും ഉണ്ടാകാം. അതിലേക്ക് ആളുകളെ ആകർഷിക്കാം. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തഖ്വ കൊണ്ടുള്ള വസിയത്തായിരിക്കുക. ആളുകളെ ആക്ഷേപിക്കാതെ സംസാരിക്കുക. നന്നാവുലടങ്ങളൊന്നും എന്ന് പറയരുത്. അത് നമ്മളെ ഡ്യൂട്ടി അല്ലല്ലോ. നന്നാവും നിങ്ങളൊക്കെ എന്ന് പറയലാണ് ഡ്യൂട്ടി. അതേ നിർവഹിക്കാവും. നന്നാവൂലാന്ന് തോന്നിയാൽ പോലും പറയാൻ പാടില്ല. ഡ്യൂട്ടി അല്ല, അത് പറയാൻ പാടില്ല. നന്നാക്കണതൊന്ന് ഇതൊക്കെ ഒരു തീരുമാനം എന്താ വെച്ചാല് ഇതൊരു വലിയ പരീക്ഷയാണല്ലോ. ഈ പരീക്ഷന്റെ കാക്കൊല്ല പരീക്ഷന്റെ മാർക്ക് പ്രശ്നം ചെല്ലോ. അല്ല, നിങ്ങള് റേഞ്ചിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. റേഞ്ച് മുഅല്ലിമീനല്ല, ജമിയത്തുൽ മുഅല്ലിമീനിലല്ല, ക്ലാസിന്റെ റേഞ്ചിലുണ്ടല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പഠിച്ചോനെ റബ്ബേ, നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്നുണ്ടല്ലോ, 4 കട്ടുണ്ടല്ലോ. 4 കട്ടയിൽ ഇങ്ങനെ ഇരിക്കുന്ന നെയ്യപ്പം അറിയാതെ ഇങ്ങനെ ഇറങ്ങിക്കോട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക, എന്നാലേ ഇപ്പോൾ ഇത് പറയാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ തഖ്വ കൊണ്ടുള്ള വസിയ്യത്തും ആളുകളെ മുത്തഖീങ്ങളാക്കിയെടുക്കലും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തെ നിർവഹിക്കുന്ന തരത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളിടത്ത് നമ്മൾ നിൽക്കണം. അപ്പൊ രണ്ടാമത്തെ കാര്യം അദ്ലുൽ ഉമറാഇയാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ നീതിബോധം എന്ന് പറഞ്ഞതാണ്. ഒരു മഹല്ലിൽ 4 കാര്യം വേണം. 1 ജീവനുള്ള ഖുർആൻ ക്ലാസ്. ഖുർആൻ ക്ലാസ് എന്നത് ഖുർആൻ ക്ലാസ് എടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അതൊരു പേരാണ്. ഖുർആന്റെ പേരിൽ ഹദീസും പറയാം, ഫിഖ്ഹും പറയാം, ഒക്കെ പറയാം. ഖുർആൻ ക്ലാസ് എന്ന് അതിനൊരു പേരിട്ടുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് ചെല്ലി തോരക്കണം, എന്തെങ്കിലും ഒരു ചെറിയ ചീരിനി ഉണ്ടാവണം. അങ്ങനെ ജീവൻ നിലനിൽക്കുന്ന ക്ലാസ്. അങ്ങനെ നിലനിൽക്കുന്ന ക്ലാസ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉത്ബോധനങ്ങൾ നൽകാനും പ്രായോഗികമായി കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാനും സാധ്യമാകും. ഇന്ന് രക്ഷിതാക്കളെ കൂടുതൽ ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കാലഘട്ടമാണ്. ഒരിക്കലും നിരാശ ഉണ്ടാകരുത്.